ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. പത്തരമാറ്റിൻ്റെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അമ്മ ഭയങ്കര ടെൻഷനോട് കൂടി തന്നെ ഗോവിന്ദനോട് പറയുകയാണ്, ഗോവിന്ദേട്ടാ അതെ ആ ജ്യോത്സ്യൻ അത് തന്നെ ആവർത്തിച്ച് എന്നെ പറയുന്നു, നന്ദുവിൻ്റെ മനസ്സിൽ ആരെയാണോ ഇഷ്ടം ആ കല്യാണം തന്നെ നടക്കുമെന്നാ ആ ജ്യോത്സ്യൻ പറയുന്നത്. എന്താണ് ഇങ്ങനെ പറയുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അതെന്താണ് കനകം ജ്യോത്സ്യൻ അങ്ങനെ പറയുന്നത്? ജ്യോത്സ്യനല്ലല്ലോ പറയുന്നത്, ആ കബഡിയല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കബഡി നിരത്തി ആ ഒരു കാര്യം തന്നെയാണ് ജ്യോത്സ്യൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ത് ചെയ്യുമെന്ന് അറിയില്ലല്ലോ ഗോവിന്ദേട്ട. പക്ഷേ എന്തൊക്കെ വന്നാലും ഈ കല്യാണം നടക്കണം. അനിയും നന്ദുവുമായിട്ടുള്ള കല്യാണത്തിന് ഞാൻ സമ്മതിക്കില്ല. അത് ഒരിക്കലും ഒത്തുപോകുന്ന ഒരു പ്രശ്നമല്ല ഗോവിന്ദേട്ട. അതെനിക്കറിയാലോ കനകം. ആ ഒരു കാര്യത്തിന് നമ്മൾ ഒരിക്കലും സമ്മതിക്കാനായിട്ട് പോകുന്നുമില്ല. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആദർശും നയനയും കൂടി വരുന്നത്. ദേമേ, ആദർശും നയനമോളും ആണല്ലോ വരുന്നത്. അവരോടെ ഈ ജാതകം ചേർന്നില്ല എന്നൊന്നും പറയണ്ട, ചേർന്ന് തന്നെ പറഞ്ഞാൽ മതി. എന്തായാലും നമുക്ക് ഈ കല്യാണം നടത്താനാണല്ലോ ഇഷ്ടം, അതുകൊണ്ട് അത് തന്നെ പറഞ്ഞാൽ മതി. അതങ്ങനെയുള്ളൂ കനകം. അങ്ങനെ നമ്മുടെ ആദർശവും നയനയും കൂടി കയറി വരികയാണ്. ആഹാ, രണ്ടുപേരും ഉണ്ടല്ലോ, എന്താ വിശേഷം എന്നൊക്കെ ചോദിച്ചപ്പോഴേക്ക് ചുമ്മാ ഇവിടം വരെയും ഒന്ന് കയറിയെന്നേ ഉള്ളൂ. അപ്പോൾ നയന ചോദിക്കുകയാണ്, അമ്മ അമ്പലത്തിൽ പോയായിരുന്നു? ആഹാ അതെ, ഞാൻ അമ്പലത്തിൽ പോയായിരുന്നു. അല്ല, ഈ നവീൻ മോൻ കല്യാണം ആലോചിച്ച് ഇങ്ങോട്ട് വന്നതാണല്ലോ. ആ സമയത്ത് ഏതായാലും നവീൻ മോൻ്റെ അമ്മ ഈ ബന്ധത്തോട് നല്ലൊരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ജാതകം നോക്കുമല്ലോ. അപ്പോൾ പിന്നെ നവീൻ മോൻ്റെയും നന്ദുവിൻ്റെയും ജാതകം ഒന്ന് ഞാനൊന്ന് നോക്കിയേക്കാമെന്ന് വിചാരിച്ചു. ഇത് കേട്ട നയനയുടെ മുഖഭാവം ആകെ ഒന്ന് മാറുകയാണ്. നയനക്ക് അതൊന്നും തീരെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. എങ്ങനെയെങ്കിലും നന്ദുവിൻ്റെയും അനിയുടെയും കല്യാണം നടത്താൻ വേണ്ടിയാണ് ഇവർ രണ്ടുപേരുടെ ആഗ്രഹം. ഈ ആദർശിനും അത് വല്ലാത്തൊരു സങ്കടം തോന്നി. എന്നിട്ട് അമ്മ എന്ത് പറഞ്ഞു? ജ്യോത്സ്യൻ എന്താ പറഞ്ഞത്? ജാതകം തമ്മിൽ ചേർന്നോ എന്ന് ചോദിച്ചപ്പോഴേക്ക് പിന്നെ അല്ല, അതെ, ജാതകം തമ്മിൽ നന്നായിട്ട് ചേർന്നു. അതുകൊണ്ടാണല്ലോ ഞങ്ങൾ സന്തോഷത്തോടെ ഇരിക്കുന്നത്. എത്രയും പെട്ടെന്ന് ഈ കല്യാണം നടക്കുമെന്നാ ജ്യോത്സ്യം പറയുന്നത്. രണ്ടുപേരും നല്ല പൊരുത്തമാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ഈ കല്യാണം ഗംഭീരത്തോടെ നടക്കുമെന്നാ ജ്യോത്സ്യം പറയുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് സമാധാനമായി. ഇത് കഴിഞ്ഞപ്പോഴേക്കും അല്ല, ഇതുവരെ നവീൻ്റെ അമ്മ ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ, നന്ദുവാണ് പെണ്ണെന്ന്. അപ്പോൾ നന്ദുവാണ് പെണ്ണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അമ്മ മുടക്ക് വെച്ചാലോ എന്നൊക്കെ നയന ചോദിക്കുകയാണ്. അതൊന്നും കുഴപ്പമില്ല നവീൻ മോനെ, ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അമ്മ ഇപ്പോൾ ഉടക്ക് വെച്ചാലും അമ്മയെ കൊണ്ട് സമ്മതിപ്പിക്കുമെന്ന് നവീൻ മോൻ ഞങ്ങൾക്ക് വാക്ക് തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നടക്കുള്ളൂ മോളെ. പിന്നെ ഈ കല്യാണം എത്രയും പെട്ടെന്ന് നടക്കണം. നിങ്ങൾ രണ്ടുപേരും എപ്പോഴും സപ്പോർട്ടായിട്ട് തന്നെ നിൽക്കണം. ഈ കല്യാണം മുന്നിട്ട് നടത്തരേണ്ടതേ നിങ്ങൾ തന്നെയാണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും നവിയും അതേപോലെ തന്നെ ആദർശമാണെങ്കിൽ ശരി, ഞങ്ങൾ നടത്തി തന്നേക്കാം. അപ്പോൾ നമ്മുടെ ആദർശമാണെങ്കിൽ അതെ, എനിക്ക് പോകാനുള്ള കുറച്ച് ധൃതിയുണ്ട്. നയന, നീ ഇവിടെ നിൽക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ആദർശേട്ടാ, ഏതായാലും 7-ാം മാസത്തിൽ എന്നെ കൂട്ടിക്കൊണ്ട് വരുവാണല്ലോ, ആ സമയത്ത് ഇവിടെ തന്നെയല്ലേ നിൽക്കേണ്ടത്. ഇപ്പം തന്നെ നിന്ന് ഞാൻ എന്തിനാണ് ദേവയാനി അമ്മയെ വെറുതെ സങ്കടപ്പെടുത്തുന്നത്? അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് തന്നെ വന്നേക്കാം. ശരി അമ്മേ, എങ്കിൽ പിന്നെ ഞാൻ ഇറങ്ങിക്കോട്ടെ. അച്ഛാ ഇറങ്ങിക്കോട്ടെ എന്ന് രണ്ടുപേരുടെയും യാത്ര പറഞ്ഞിട്ട് നമ്മുടെ ആദർശനയനയും അവിടെ നിന്ന് ഇറങ്ങാണ്. അപ്പോൾ കനകത്തിന് ഭയങ്കര ആശ്വാസം തോന്നിയാണ്. ദൈവമേ, എന്നാലും നമ്മൾ ഇത് തന്നെ പറഞ്ഞല്ലോ, വളരെയേറെ സന്തോഷമായി. ഇപ്പോൾ മാറ്റിയൊന്നും പറയാൻ നിൽക്കണ്ട, എത്രയും പെട്ടെന്ന് ഈ കല്യാണം ഒരു മുടക്കവും കൂടാതെ നടന്നാൽ മതിയായിരുന്നു എൻ്റെ ഭഗവാനെ എന്നിങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ ആദർശവും നയനയും കൂടി വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് ആദർശേട്ടാ ഇത്? നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ ഒന്നും കാര്യങ്ങളൊന്നും നടക്കുന്നില്ലല്ലോ. ഇപ്പം ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാണ്? ഏതായാലും നമ്മൾ വിചാരിച്ചതുപോലെ കാര്യങ്ങളൊന്നും പറയാനായിട്ട് പറ്റിയില്ല. അമ്മയച്ഛനൊക്കെ ഭയങ്കര സന്തോഷത്തിലാണ്. അതെ, അമ്മയച്ഛന് സന്തോഷത്തിലാണ്. ഇനിയിപ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റൂല. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നവീനെയാണ്. അപ്പം നവീൻ ഇങ്ങനെ നന്ദുവിനെയും കാത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേ നന്ദു ഭയങ്കര ടെൻഷനോട് കൂടി തന്നെ വരികയാണ്. നന്ദു, എന്താ എന്നെ വിളിപ്പിച്ചത്? എന്തിനാ, എന്ത് കാര്യം പറയാനാ എന്ന് ചോദിച്ചപ്പോഴേക്കും അത് പിന്നെ നവീനേട്ടാ, എനിക്ക് അനിയുടെ കാര്യത്തെക്കുറിച്ച് പറയാനാണേ. അനിയുടെ ഡിവോഴ്സ് നടക്കാനായിട്ട് പോവുകയാണല്ലോ, ആ ഡിവോഴ്സിൻ്റെ കേസ്. അപ്പോൾ അത് മറ്റന്നാളാണല്ലോ. അപ്പോൾ അതെങ്ങനെയെങ്കിലും ഒന്ന് നടത്തി കൊടുക്കണമെന്ന് അത് ആലോചിച്ചിട്ട് എനിക്ക് ഭയങ്കര ടെൻഷൻ. ആ കാര്യത്തെക്കുറിച്ച് ഓർത്ത് നന്ദുവിനെന്തിനു ടെൻഷൻ? അതല്ല, നവീനേട്ടൻ്റെ കാര്യങ്ങളെല്ലാം അറിയാലോ. ആ പെണ്ണ് അവൻ്റെ തലയിൽ നിന്ന് ഊരി കൊടുത്താൽ മതിയായിരുന്നു. അവൻ ആ പെണ്ണിനെ കൊണ്ട് ഒരുപാട് പൊറുതിമുട്ടി. അതുകൊണ്ടാണ് ഞാനീ പറയുന്നത്. അതൊക്കെ എനിക്ക് വിട്ടേര് നന്ദു, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. അവനെൻ്റെ ആത്മാർത്ഥ സുഹൃത്തല്ലേ. അപ്പോൾ പിന്നെ അവൻ്റെ കാര്യം ഞാൻ കൈവിടുമെന്ന് തോന്നുന്നുണ്ട് നന്ദുവിന്? അതൊരിക്കലും ഉണ്ടാവില്ല. ആത്മാർത്ഥ സുഹൃത്തിൻ്റെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ. അങ്ങനെ ഞാൻ അനിയെ കണ്ടിരിക്കുന്നത് എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടായിട്ട് തന്നെയാണ്.
അപ്പോൾ ആ ഫ്രണ്ടിനെ ഞാൻ കൈവിടുമെന്ന് തോന്നുന്നുണ്ടെന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും അതല്ല എനിക്ക് ചെറിയൊരു ടെൻഷനുണ്ട്. അപ്പോൾ അനി പറയുന്നുണ്ട് നവീനേട്ടൻ ഈ കേസ് വാദിച്ച് ജയിക്കോ എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. ഇതാ പറയുന്നത്, അവൻ്റെ മനസ്സിൽ അങ്ങനെയാ. അപ്പം അവൻ എന്നെ ഒരു ആത്മാർത്ഥ സുഹൃത്തായിട്ടല്ല കാണുന്നത്. പക്ഷേ ഞാൻ എൻ്റെ കൂട്ടുകാരന്മാരെയൊന്നും കൈവിടാറില്ല. അവർക്ക് വേണ്ടിയേ ഏതറ്റം വരെയും പോകും. ഞാൻ എൻ്റെ സുഹൃത്തുക്കളെ ഒരിക്കലും വേദനിപ്പിച്ചിട്ടില്ല. അയ്യോ അതല്ല നവീനേട്ടാ, അത് അനി ആ ഒരു ഉദ്ദേശത്തിൽ പറഞ്ഞതല്ല. നവീനേട്ടൻ എല്ലാത്തിനും മുൻകൈ എടുത്ത് നിൽക്കുമെന്നൊക്കെ അറിയാം. അവൻ്റെ മനസ്സിൽ ഭയങ്കര ഡൗട്ട് എന്തുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണല്ലോ റെക്കമെൻഡേഷനായിട്ട് നന്ദുവിനെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. അയ്യോ നവീനേട്ടൻ എന്നെ പറഞ്ഞു വിട്ടതൊന്നുമല്ല. ഈ അനി ഓരോ കാര്യങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അവൻ്റെ ആ ഒരു വിഷമം കണ്ടപ്പോൾ ഞാൻ നവീനേട്ടനെ വന്ന് കാണാൻ വന്നതേ ഉള്ളൂ. കാര്യങ്ങളെല്ലാം പറഞ്ഞതേ ഉള്ളൂ. ഏതായാലും നന്ദു വന്ന് കാര്യങ്ങൾ പറഞ്ഞല്ലേ. അപ്പം നന്ദു പറഞ്ഞത് കൊണ്ട് എനിക്കിത് കുറച്ചും കൂടി സീരിയസ് ആയിട്ട് എടുക്കണമല്ലോ. കാരണം ഭാവിയിൽ നമ്മൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് ജീവിക്കാൻ പോകുന്നവരല്ലേ, ഭാര്യ ഭർത്താക്കന്മാരാകാൻ പോകുന്നതല്ലേ. അപ്പോൾ പിന്നെ നന്ദുവിൻ്റെ വാക്കുകൾ എനിക്ക് കൈവിടാനായിട്ട് പറ്റുമോ നന്ദു? ഇത് കേട്ടാ നന്ദു ആണെങ്കിൽ പേടിച്ച് നിൽക്കുകയാണ്. ഏതായാലും അമ്മ കാര്യങ്ങളെല്ലാം അറിയാൻ പോവുകയാണ്. അപ്പോൾ അമ്മ ഇതിന് സമ്മതിക്കും ഉറപ്പാണ്. അപ്പോൾ ഇത് കേട്ട നമ്മുടെ നന്ദു ആണെങ്കിൽ എൻ്റെ ദൈവമേ, നവീനേട്ടൻ്റെ അമ്മ എന്നെ വേണ്ടെന്ന് പറയണേ. എന്താ നന്ദു എന്താ ആലോചിക്കുന്നത്? അമ്മയുടെ കാര്യത്തെക്കുറിച്ച് ഓർത്തോണോ? അമ്മ കല്യാണം ഇത് മുടക്കുമെന്നാണോ വിചാരം? അല്ല, നവീനേട്ടൻ്റെ അമ്മയ്ക്ക് സമ്മതമില്ലാതെ എങ്ങനെ ഈ കല്യാണം നടക്കും? അതൊക്കെ ഞാൻ സമ്മതിപ്പിച്ചോളാം എന്നേ. അങ്ങനെ ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് പ്രഷർ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ സമ്മതിക്കും. അതിലൊരു വ്യത്യാസം വരാൻ പോല. അല്ല, നവീനേട്ടൻ്റെ അമ്മയ്ക്ക് എന്നെ തീരെ ഇഷ്ടമല്ല. ഞാനപ്പം മരുമകളായിട്ട് അങ്ങോട്ട് കയറി വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അല്ല, എൻ്റെ 2 ചേച്ചിമാരുടെയും കാര്യങ്ങൾ അറിയാലോ, ചേച്ചിമാരെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു കാര്യത്തെക്കുറിച്ച് ഓർത്തിട്ടാണ് നന്ദുവിന് പേടി. അതിൻ്റെ കാര്യത്തിലൊന്നും പേടിക്കണ്ട. എൻ്റെ അമ്മ ഒരാളെ മരുമകളായിട്ട് അംഗീകരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവരെ പൊന്നുപോലെ കൊണ്ടുകൊണ്ട് നടക്കും. എൻ്റെ അമ്മ അങ്ങനെ അമ്മായിയമ്മ പോലും കാണിക്കുന്ന ഒരു വ്യക്തിയൊന്നും അല്ല കേട്ടോ നന്ദു എന്നൊക്കെ പറയാം. പിന്നെ എൻ്റെ അച്ഛനോടനെ വരുന്നുണ്ട്. ആണോ? അപ്പോൾ അച്ഛനോടും കാര്യങ്ങളെല്ലാം നവീനേട്ടൻ പറഞ്ഞിട്ടുണ്ടോ? പിന്നെ അല്ലാതെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് കേട്ടാ നന്ദു പേടിച്ചു പോവാണ്. അപ്പോൾ അച്ഛനോട് പറഞ്ഞായിരുന്നോ ഞാനാണ് പെണ്ണെന്ന്? അത് പറഞ്ഞിട്ടില്ല. ഞാനൊരു പെൺകുട്ടിയെ കണ്ടുവച്ചിട്ടുണ്ടെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. പക്ഷേ അമ്മയെപ്പോലുള്ള പിടിവാശിയൊന്നും അച്ഛനില്ല. അച്ഛന് ഏത് പെൺകുട്ടിയാണെങ്കിലും ഓക്കെയാണ്. പിന്നെ അച്ഛനെ എന്തെങ്കിലും കാര്യം അമ്മയോട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അമ്മക്ക് അമ്മാന്ന് അക്ഷരം മിണ്ടൂല. അച്ഛൻ പറയുന്നതിലപ്പുറം അമ്മ പോകില്ല. അമ്മയ്ക്ക് പൂർണ്ണ സമ്മതമാകും. അപ്പം ആ കാര്യത്തെക്കുറിച്ച് പേടിക്കണ്ട. പിന്നെ കേസിൻ്റെ കാര്യത്തെക്കുറിച്ച് നന്ദു ടെൻഷൻ അടിക്കണ്ട. ഞാൻ ഈ കേസ് വിജയിപ്പിച്ചെടുക്കും. പക്ഷേ അങ്ങോട്ട് ഉപകാരം ചെയ്താൽ ഇങ്ങോട്ട് ഉപകാരം ചെയ്യണം. വിശ്വാസവഞ്ചന അത് പൊറുക്കില്ല ഞാൻ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നവീൻ പോകുമ്പോൾ നന്ദുവിൻ്റെ കിളി പാറിപ്പോകുന്നൊരവസ്ഥയിലായി പോവാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നവ്യയാണ്. അപ്പോൾ നവ്യയാണെങ്കിൽ ഈ ബാൽക്കണിയിൽ നിന്ന് ഇങ്ങനെ ആരുടെ ഫോൺ സംസാരിക്കുക. അപ്പോൾ ഈ ഒരു ഹോസ്പിറ്റലിൻ്റെ പേരും പറയുന്നുണ്ട്. അവിടെയാണല്ലോ അവള്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കണം. അവൾ റിക്കവറായി വരുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ അന്വേഷിക്കണം എന്ന് പറയുന്ന കാര്യങ്ങൾ ദേവയാനി താഴത്തുനിന്ന് കേൾക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് ദേവയാനിക്ക് ഭയങ്കര ഡൗട്ട്. ഈ ഹോസ്പിറ്റലിൻ്റെ പേരെങ്ങോ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോഴാണ് ചില കാര്യങ്ങളെല്ലാം ദേവയാനിക്ക് ബോധ്യമാകുന്നത്. അപ്പോഴാണ് നമ്മുടെ ആദർശും നയനയും കൂടി അങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഇവരെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നിങ്ങളോ എന്തായി വീട്ടിൽ പോയായിരുന്നോ എന്ന് ചോദിച്ചപ്പോഴേക്കും വീട്ടിൽ പോയി. എന്നിട്ട് സംസാരിച്ചോ? എന്ത് സംസാരിക്കാനായിട്ട്? സംസാരിക്കുന്നതിന് മുമ്പ് തന്നെ അമ്മ നവീൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് വരിക. നവീനെ തന്നെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നന്ദുവിൻ്റെ കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് പറ്റിയില്ല അമ്മേ. എനിക്കറിയാം. നവീനെ നമുക്ക് ഒഴിവാക്കാനും പറ്റില്ലല്ലോ. അത്രയ്ക്ക് ഉപകാരങ്ങളല്ലേ നവീൻ നമുക്ക് വേണ്ടി ചെയ്തിരിക്കുന്നത്. അവനാണ് പയ്യനായി പോയത് കൊണ്ട് നമുക്ക് ഒരു ചോയ്സും ഇല്ല. അപ്പോൾ എല്ലാം കൂടെ അംഗീകരിക്കാം. അതെ, പിന്നെ നിങ്ങളെ ഞാൻ കണ്ടതേ വേറൊരു കാര്യം പറയാൻ വേണ്ടിയാ. എന്താ അമ്മേ? അതെ, ഞാനിപ്പോൾ ഒരു സംസാരം കേട്ടായിരുന്നു. നവ്യ ആരോടെ ഫോണിൽ സംസാരിക്കുന്നതാ. മറുവശത്ത് ആരാണെന്ന് മനസ്സിലായില്ല. പക്ഷേ ഒരു ഹോസ്പിറ്റലിൻ്റെ പേര് പറയാം. ആ ഹോസ്പിറ്റലിൻ്റെ പേര് പറഞ്ഞപ്പോഴേക്കും അവിടെയല്ലേ അനഘ കിടക്കുന്നത്? അതെ, അനഘ അവിടെ തന്നെയാണ് കിടക്കുന്നത്. അപ്പോൾ നവ്യ പറയുന്നതേ ഒരു പേഷ്യൻ്റ് അവിടെ കിടക്കുന്നുണ്ട്. ആ പേഷ്യൻ്റെ കാര്യങ്ങളെല്ലാം നോക്കണം, റിക്കവറായി വരുന്നുണ്ടോ എന്നൊക്കെ അറിയണം എന്നൊക്കെയാണ് നവ്യ പറഞ്ഞത്. അങ്ങനെ നവ്യേച്ചി പറഞ്ഞോ? അങ്ങനെ പറഞ്ഞു. അത് ഞാൻ കേട്ടത് കൊണ്ടാണല്ലോ.
ഷോ ഇത് വല്ലാത്തൊരു ഇതാണല്ലോ, അവർക്കറിയാവുന്ന കാര്യം തന്നെയാണല്ലോ അനഘ അവിടെ കിടക്കുന്നത്. ഇത് പെട്ടെന്ന് തന്നെ അന്വേഷിക്കണമല്ലോ, അല്ലെങ്കിൽ ആകെ പ്രശ്നമാകുമല്ലോ. ആദർശേട്ടാ, ഇതെന്തൊരു നിമിത്തം ആദർശേട്ടാ? നമ്മളിപ്പോൾ പറഞ്ഞല്ലേ ഉള്ളൂ ആദർശേട്ടാ അനഘയൊന്ന് പോയി കാണണമെന്ന്. അതെ അതെ അതെ, അനഘയൊന്ന് പോയി കാണണമെന്ന് പറഞ്ഞേ ഉള്ളൂ. ഏതായാലും ഇനി വെച്ച് വൈകിക്കാൻ പറ്റില്ല. ഇങ്ങനൊരു കാര്യം കേട്ട സ്ഥിതിക്ക് എത്രയും പെട്ടെന്ന് അനഘയെ പോയി കാണണം. അമ്മേ, ചേച്ചിയെ ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഈ കാര്യങ്ങൾ ഏതായാലും കേട്ടതല്ലേ, അതുകൊണ്ട് ശരിക്കും ശ്രദ്ധിച്ചോളൂ എന്ന് പറയാണ്. അതൊക്കെ ഞാൻ ഏറ്റവും മോളെ. അങ്ങനെ നമ്മുടെ ഇവർ രണ്ടുപേരും കൂടി നേരെ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. അപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോയി നേരെ ഡോക്ടറിൻ്റെ മുന്നിലേക്ക് ഇരിക്കുക. ഡോക്ടറിൻ്റെ മുന്നിലേക്ക് ഇരുന്ന് കഴിഞ്ഞപ്പോഴേക്കും ഡോക്ടർ പറയാണ്, നിങ്ങളെ ഞാൻ ഒന്ന് വിളിക്കണമെന്ന് വിചാരിച്ചേ ഉള്ളൂ, അപ്പോഴേക്കും നിങ്ങൾ ഇങ്ങോട്ട് വന്നല്ലോ. എന്താ ഡോക്ടറെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതെന്താ, പ്രശ്നമുണ്ടാകാൻ വേണ്ടിയിരിക്കുന്നവരാണോ ഡോക്ടർമാർ? അല്ല ഡോക്ടറെ, ഡോക്ടർ പെട്ടെന്ന് വിളിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ഞങ്ങൾക്കൊരു ടെൻഷൻ. അങ്ങനെ ഒരു ടെൻഷനും വേണ്ട. ഒരു സന്തോഷ വാർത്ത പറയാൻ വേണ്ടിയാണ്. സന്തോഷ വാർത്തയോ? അതെ, സന്തോഷ വാർത്ത. അത് നിങ്ങളെ കൺമുന്നിൽ തൊണ്ടക്കട കാണിക്കാം. എന്താ ഡോക്ടറെ? നിങ്ങൾ വാ, നിങ്ങളെന്തിങ്ങനെ ടെൻഷൻ അടിക്കുന്നത്, വാ എൻ്റെ കൂടെ വാ എന്നും പറഞ്ഞുകൊണ്ട് ഡോക്ടർ ഇവർ രണ്ടുപേരെയും വിളിച്ചുകൊണ്ട് പോവുക. അപ്പോൾ കാണിച്ചു കൊടുത്ത സീനാണെങ്കിൽ നമ്മുടെ അനഘയെ കൈപിടിപ്പിച്ച് നടത്തിക്കുക. അതേത് കണ്ടോ അത്ഭുതം എന്ന് പറയാണ്. ഇത് കണ്ട് ഇവർ രണ്ടൊരു ഞെട്ടിപ്പോവാണ്. അനഘ നടക്കുകയാണ്, പക്ഷെ അനഘ സംസാരിക്കാനായിട്ട് പറ്റുന്നില്ല. പക്ഷെ ആദർശനെയും നയനെയും കണ്ടുകഴിഞ്ഞപ്പോഴേക്കും അനഘ ഇരുന്ന് കരയുക. അപ്പം നമ്മുടെ ചന്തുമോള് പറയുന്നുണ്ട്, നയനമ്മേ കണ്ടോ എൻ്റെ അമ്മ നടന്നു എന്ന് പറയണം. നയനമ്മ കണ്ടോണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ഭയങ്കര സന്തോഷം സമാധാനമൊക്കെ തോന്നുകയാണ്. അങ്ങനെ അനഘ ഇനി അധികം നേരം നടത്തിക്കണ്ട എന്നും പറഞ്ഞുകൊണ്ട് കിടത്തിക്കുകയാണ്. അതേ, കോമയിൽ കിടക്കായിരുന്നില്ല കുറേ നാള്. അതുകൊണ്ട് ഈ ഡോക്ടർമാരെല്ലാവരും കൂടി ഒരു പരീക്ഷണം നടത്തിയതാ. വിജയിക്കുമെന്ന് അറിയില്ലായിരുന്നു, എന്നാലും ഞങ്ങളൊരു പരീക്ഷണം നടത്തി. പക്ഷേ എന്തോ ദൈവഭാഗ്യം കൊണ്ട് അത് വിജയിച്ചു. അതുകൊണ്ടാണ് അനഘ ഇപ്പം നടക്കാനുള്ള കാരണം എന്നിങ്ങനെ പറയുക. ഇതിടിഞ്ഞപ്പോഴേക്കും ഡോക്ടറെ ഒരുപാട് നന്ദിയുണ്ട് ഡോക്ടറെ എന്ന് പറയുകയാണ്. അങ്ങനെ ഡോക്ടറോട് ചോദിക്കണം നമ്മുടെ ആദർശ്, അതല്ല ഇവിടെ അനഘയെ കാണാൻ വേണ്ടി വേറെ ആരെങ്കിലും വന്നായിരുന്നോ എന്ന് ചോദിച്ചപ്പോഴേക്കും അങ്ങനെ പ്രത്യേകിച്ച് വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞത് കൊണ്ടേ ഞങ്ങൾ ആരെയും അങ്ങോട്ട് കടത്തി വിടുന്നില്ലായിരുന്നു. പക്ഷേ ഒരു ദിവസം ഒരു പെണ്ണ് ഈ റൂമിലേക്ക് കയറി. അപ്പോൾ ആരാ എന്താണെന്നൊക്കെ ചോദിച്ചപ്പോൾ അയ്യോ ഞാൻ അറിയാതെ റൂം മാറി കയറിയെന്നാണ് ആ പെണ്ണ് പറഞ്ഞത്. പക്ഷെ ഞങ്ങൾ CCTV ക്യാമറ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും അല്ല, അവർ മാറി കയറിയതല്ല, പല പ്രാവശ്യം ആ റൂമിൽ കയറിയിട്ടുണ്ട് ആരും അറിയാതെ. അങ്ങനെ പിന്നീട് ആ പെണ്ണിന് നോട്ടിട്ടു, ഞാൻ ആ പെണ്ണിൻ്റെ CCTV ക്യാമറ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് തരാം എന്ന് പറഞ്ഞുകൊണ്ട് ആദർശിന് അത് കൊടുക്കുകയാണ്. അങ്ങനെ ആദർശും നയനയും കൂടി നേരെ സേവ്യറിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. സേവ്യർ ആ ഒരു ദൃശ്യങ്ങൾ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ഈ പെണ്ണിനെ കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇതാണല്ലേ ഇവളെ ഇനി നിരീക്ഷിക്കണം, ഇവൾ ആരാണ് എന്താണെന്നൊക്കെ ഡീറ്റെയിൽസ് കിട്ടണം. ഇനിയിപ്പോൾ നവ്യയുമായിട്ട് ഇവൾക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ, നവ്യയുടെ കോള് എങ്ങോട്ടൊക്കെ പോകുന്നുണ്ട് എന്നൊക്കെ ഒന്നും ഡീറ്റെയിൽസ് ആണ്, സംശയമുള്ളതൊക്കെ റെക്കോർഡ് ചെയ്യുകയും ചെയ്യണം സേവ്യറെ എന്ന് പറയാണ്. അതൊക്കെ ഞാൻ ഏറ്റവും ആദർശേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു കാര്യം അവിടെ കാണിക്കുകയാണ്. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനായി കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നമസ്കാരം. താങ്ക് യു. ബൈ ബൈ.